എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പൂജ സന്ധ്യാവിളക്ക് കത്തിക്കുന്ന സമയത്ത് ഞാൻ എള്ളുതിരിയാണ് കത്തിച്ചത്. എള്ളുതിരി ഒരു കറുത്ത തുണിക്കകത്ത് എള്ള് നിറച്ച് അതിങ്ങനെ നല്ലെണ്ണ ഒഴിച്ച് കത്തിക്കുന്നത് ശനിയാഴ്ച ദിവസം വളരെ നല്ലതാണ്. രാമായണം വായിച്ച് തുടങ്ങി അത് പകുതിയായിട്ടുണ്ട്. ഇന്നത്തെ സന്ധ്യാവിളക്ക് കത്തിക്കുന്നത് ഞാനിങ്ങനെയാണ്. അതുകൊണ്ട് അയ്യപ്പസ്വാമിക്ക് വിളക്ക് കത്തിച്ചിട്ടുണ്ട്, പ്രത്യേകം വിളക്ക് കത്തിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നവധാന്യങ്ങൾ വെച്ചിട്ടുണ്ട്. നവധാന്യങ്ങൾ മാത്രമല്ല, ലക്ഷ്മി ദേവിക്ക് വേണ്ടിയിട്ട് മഞ്ഞളും കുങ്കുമവും വെച്ചിട്ടുണ്ട്. അഷ്ടമംഗല്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹനുമൻ സ്വാമിയേ നമഃ. ഭജേ രാമദൂതം 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 ഭജേ രാമദൂതം. പ്രപന്നാനുരാഗം പ്രഭാകാഞ്ചനാഭം ജഗൽഗീതശൗര്യം തുഷാരാദ്രിധൈര്യം തൃണീകൃത ഹേദിം രണോദ്യുതിഭൂതം ഭജേ വായുപുത്രം പവിത്രാൽ പവിത്രം ഭജേ ഹേമരം പാവനി നിത്യവാസം ഭജേ ബാലഭാനു പ്രഭാചാരുഭാസം ഭജേ ചന്ദ്രികാകുന്ദമന്ദരഹാസം ഭജേ സന്തതം രാമഭൂപാലദാസം ഭജേ ലക്ഷ്മണ പ്രാണരക്ഷാസുദശം ഭജേ തോഷിതാശേഷഗീർവാണവശം ഭജേ ഘോരസംഗ്രാമസീമാഹദാശം ഭജേ രാമനാമാനു സംപ്രാപ്തലക്ഷ്യം. കൃതാഭീതിനാദം ക്ഷിതീക്ഷിപ്തപാദം ഘനാക്രാന്തജംഗം കടിസ്തോടു സംഘം അജാണ്ഡസ്ഥക്ലേശം ഭുജാശ്ലീഷ്യദാശം ജയശ്രീ സമേതം ഭജേ രാമദൂതം. ചലൽബാലഘാത്ര പ്രഭചക്രവാളം കഠോരാട്ടഹാസാൽ പ്രഭിന്നാജഭാണ്ഡം മഹാസിംഹനാദാസ്യ ശീർണാത്രിലോകം ഭജേ ചാഞ്ചനേയം പ്രഭും വജ്രകായം രണീഭീഷണേ മേഘദാദാദിനാദി സരോഷം സമാവ്യാപ്യ സൗമിത്രമംസേ ജഘാനാം ഖനാനാം സുരാണാം ച മാർഗേ നടന്തം നമന്തം ഹനുമന്തപീഡേ. അത് പക്ഷേ ഇവിടെ എൻ്റെ വീഡിയോ അങ്ങനെ അധികം ആരും കാണാറില്ല, എൻ്റെ ഒരു കമൻറ്റ് പോലും ഇടാറില്ല. പിന്നെ അതുകൊണ്ട് ഇത് തന്നെ ഇട്ടാൽ ആരൊക്കെ കാണുമെന്ന് പോലും വലിയ നിശ്ചയമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ അടുത്ത ഭാഗവും കൂടി ഞാൻ ഇടാം. എൻ്റെ സൗണ്ട് അത്ര പോരാ, അതുപോലെ തന്നെ എന്താ പറയുന്നത്, അതിനകത്ത് വലിയ കണ്ടൻറ്റൊന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ എൻ്റെ വീഡിയോ ആരും കാണാനും ഇഷ്ടപ്പെടാത്തത്. എനിക്ക് പ്രത്യേകിച്ച് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എല്ലാവരും നല്ല നല്ല രീതിയിൽ ചെയ്യും. പക്ഷേ നമുക്കതനുസരിച്ച് മുമ്പോട്ട് പോകാനുള്ള, അല്ലെങ്കിൽ മുമ്പിലോട്ട് ഇറങ്ങി വന്ന് ചെയ്യാനുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട് പലതരത്തിലും അനുഭവിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഭഗവാന്റെ കൃപയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഏതൊരു വ്യക്തിക്കും മുമ്പോട്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹം അതിയായിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ പിൻപോട്ട് തള്ളുന്ന ഒരുപാട് കാര്യങ്ങളുമുണ്ട്. നമുക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയാം, നമ്മൾ പെട്ടെന്ന് തന്നെ പുറത്ത് ചാടണം,
പുറത്തിറങ്ങി നമ്മൾ വിശാലമായ ലോകത്ത് ജീവിക്കണം. പക്ഷേ എല്ലാവർക്കും ഒന്നും അതിന് സാധിക്കത്തില്ല എന്നുള്ള ഒരു വാസ്തവമായ കാര്യമാണ്. ഒരുപാട് പേർക്ക് എന്നെപ്പോലെ ഒരുപാട് പേര് ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ ആകുന്ന ഒരു സ്ഥിതിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എല്ലാം ഇട്ടെറിഞ്ഞ് നമുക്ക് പുറത്തോട്ട് വരണമെന്ന് വിചാരിച്ചാലും ചില സമയത്ത് നമുക്കത് നടക്കത്തില്ല. അപ്പം ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പേ നമ്മളൊരു പിടിവള്ളി തപ്പി എവിടെയെങ്കിലുമൊക്കെ നോക്കുമല്ലോ. അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ജോലിക്ക് പോകാനും പറ്റുന്നില്ല. പിന്നെ കുഞ്ഞുണ്ട്. അപ്പം അങ്ങനെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നോക്കണം. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ നമുക്ക് ജോലിക്ക് പോകാനും പറ്റാത്ത സാഹചര്യം വരുമ്പോൾ എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. എല്ലാം പോസിറ്റീവായിട്ട് എടുക്കും. നെഗറ്റീവിലോട്ട് പോകാതെ മുമ്പോട്ട് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തെ തുടങ്ങിയതാണ്. ഇതിനകത്ത് വലിയ കണ്ടൻ്റൊന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കാം ഒരുപക്ഷെ ആൾക്കാർ കാണാൻ മടിക്കുന്നത്. ഒരുപക്ഷെ എൻ്റെ സൗണ്ട് കൊള്ളത്തില്ലായിരിക്കും. എനിക്ക് മൈക്കും ഒന്നുമില്ല. ഞാൻ ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്യുകയോ ഫാനും എല്ലാം ഓഫ് ചെയ്തിട്ട് ചിലപ്പോൾ ഫാനിൻ്റെ സൗണ്ട് വരും. മറ്റൊരു മുറിയിലിട്ടാൽ നമുക്ക് അതിൻ്റെ വോയിസ് ശരിക്കും നമ്മുടെ ഫോണിനകത്ത് കേൾക്കും. ഞാൻ തന്നെ വിചാരിക്കും ഇതെന്തോ പറ്റിയ. പിന്നെ അത് റീറെക്കോർഡിങ് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയെന്ന് വരത്തില്ല. പിന്നെ നമ്മുടെ ഫോൺ ഹാങ് ആവും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്നൊരു വീഡിയോ ചെയ്യണം നോക്കിയാൽ വീഡിയോയ്ക്കകത്ത് എന്ത് ഉൾപ്പെടുത്തും. എല്ലാവരും കുക്കിംഗ് വീഡിയോ നല്ല നല്ല വീഡിയോസ് ഇടും. അതുകണക്ക് ഭഗവാന്റെ കാര്യങ്ങൾ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. സമയങ്ങളെക്കുറിച്ചും ജ്യോതിഷത്തെക്കുറിച്ചും പറയാൻ ധാരാളം ആൾക്കാരുണ്ട്. ഭക്തിയുടെ തലത്തിൽ തന്നെ ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നവരുണ്ട്. അപ്പം പിന്നെ നമുക്ക് അതിലോടും പറ്റത്തില്ല. കുക്കിംഗ് വീഡിയോയിലും പറ്റത്തില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളൂ. പിന്നെ ടൈലറിങ്ങും അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഒരുപാട് കാര്യം ചെയ്യുന്നവരുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് നാമം ജപിക്കുക എന്നുള്ള, ഭഗവാനെ വിളിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ എനിക്കിപ്പം ചെയ്യാൻ പറ്റുന്നുള്ളൂ. എല്ലാവരും കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക.